ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ പോയ അതേ അമ്പലത്തിലേക്കാണ് ഇന്ന് പോകുന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ തെയ്യം ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവർക്ക് നല്ല ഉറക്കമാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ നല്ല ഉറക്കത്തിലാണുള്ളത്. തെയ്യം കാണാനുള്ള ആൾക്കാരാണ് ഈ നിൽക്കുന്നുള്ളത്. തെയ്യം കാണുന്നുള്ളതാണ്. അറിയിപ്പ് ഭക്ഷണശാലയ്ക്ക് മുമ്പായി പാർക്ക് ചെയ്തിരിക്കുന്ന KL 96 ആൾക്കാർ അവിടെ നിന്നും അടിയന്തരമായി മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഞാനിവളെ കുറച്ച് സമയം കയ്യിലും പിടിച്ചിട്ട് അവിടെ ഇരുന്നു. കാരണം ഒന്നും കാണുന്നൊന്നും ഉണ്ടായിട്ടില്ല തെയ്യത്തിന് നേരെ. പിന്നെ ഇവളിതാ ഉറക്കൊക്കെ എഴുന്നേറ്റ്. ഹസ്ബൻഡ്, അനിയത്തിയും ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു സംഭവം പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാരുടെ കയ്യിലും അതുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ചൂടായതുകൊണ്ട് കാറ്റ് വീശാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അത്. ഇവളുടെ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവളത് കഴിക്കുന്നൊന്നുമില്ല. ഒരു 2 സ്പൂണ് കഴിച്ചു, പിന്നെ ആളത് കഴിക്കുന്നൊന്നുമില്ല. മാറാട്ടവിടെ മഹോത്സവത്തിന് തുച്ഛമായ 20 കൊടുത്ത് നിങ്ങളൊരു ടിക്കറ്റ് വാങ്ങുവിൻ. ബമ്പർ പ്രൈസ് 5000. ബമ്പർ പ്രൈസ് 5000. ടിക്കറ്റ് di Pemanik ini malah dia berna arat berarti aiki bodade untuk anak ini pedro punya tiket lagi ₹20 matro kuna. അവളുടെ കുറുക്കിയ സാധനം കഴിക്കാത്തതുകൊണ്ട് ആൾക്ക് ഞാൻ പഴം കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ പഴം ആകുമ്പോൾ അവൾ കഴിക്കാറുണ്ട്, കാരണം അവൾക്ക് പഴം ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറുക്കിയ സംഭവം അവൾക്ക് തീരെ ഇഷ്ടമല്ല. അതിപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ദോശയൊക്കെ ആക്കിയിട്ടാണ് ആൾക്ക് കൊടുക്കാറ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ കഴിക്കാറുണ്ട്. തെയ്യം കഴിഞ്ഞിട്ടുമില്ല, അവിടുത്തെ ആൾക്കാരും കുറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയുണ്ട്.
പിന്നെ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ നല്ല ക്യൂ ആയിരുന്നു. ക്യൂവിന് വലിയ കുറവൊന്നുമില്ല, നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്നുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് അടുത്ത തെയ്യം കാണാൻ വേണ്ടിയിട്ട് മുമ്പേ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നതായിരുന്നു. ആൾ കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തെയ്യത്തിന് തൊഴുകയൊക്കെ ചെയ്തു, പ്രസാദമൊക്കെ എടുക്കുന്നുള്ളതാണ് ആൾക്കാർ. അപ്പോൾ ഇവൾ കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ അവളെ ഫീഡ് ചെയ്തിട്ട് വരുന്നുള്ളതാണ് ഞാൻ. അടുത്ത തെയ്യം കാണാനൊന്നും പറ്റിയിട്ടില്ല, അത് തുടങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. ഇവൾ തീരെ കേൾക്കുന്നൊന്നുമില്ല.